പ്രിയരെ, ഇത് പുലർകാല വിചിന്തനം. ഇന്നത്തെ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന വിഷയം പ്രാർത്ഥനയെക്കുറിച്ചാണ്. എന്താണ് പ്രാർത്ഥന? അത് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ഒരു നേർരേഖയിലേക്ക് കൊണ്ടുവരികയും ദൈവവും മനുഷ്യനും ഒന്നായി തീരുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രാർത്ഥന. അതെപ്രകാരം പ്രാർത്ഥിക്കണമെന്നൊക്കെ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അബാ പിതാവേ എന്നുള്ള പ്രാർത്ഥന ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതൊക്കെ വളരെ മനോഹരമായി തന്നെ തിരുവചനം പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനയെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ജനപദമാണ്. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ എന്തെല്ലാമോ ആവശ്യങ്ങളെ ഇങ്ങനെ നിരത്തി വയ്ക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രാർത്ഥന എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. എനിക്ക് വളരെ പരിചിതനായൊരു സുഹൃത്തുണ്ട്. കുറേ കാലങ്ങളായി അദ്ദേഹം പള്ളികളെല്ലാം കയറി ഇറങ്ങി പ്രാർത്ഥിക്കുമായിരുന്നു. നേർച്ചയായ നേർച്ചകളൊക്കെ നിറവേറ്റുവാൻ മുൻപന്തിയിൽ തന്നെ നിന്നിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായി അദ്ദേഹം ദേവാലയത്തിലേക്ക് പോകാതെയായി. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പള്ളിയിലും പോയിട്ട് കാര്യമില്ല, ഒരു നൊവേന പ്രാർത്ഥനയിലും കൂടിയിട്ട് കാര്യമില്ല, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതേയില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ഏതെല്ലാം ദേവാലയങ്ങളിൽ നൊവേന പ്രാർത്ഥന ഉണ്ടായിരുന്നു അതിനെല്ലാം പോകും, ഉപവാസമെടുക്കും, പറ്റുന്നത്ര പ്രാർത്ഥനകളെ ചൊല്ലിക്കൂട്ടാറുണ്ടായിരുന്നു. എന്നിട്ടും ഒരു കാര്യം പോലും ജീവിതത്തിൽ സാധിച്ചു തന്നില്ല. ഞാൻ ദൈവത്തിന് മുമ്പിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ മകന് ജോലി കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ ശമ്പളം ഞാൻ ദേവാലയത്തിന് കൊടുക്കാം, എൻ്റെ മകളുടെ കല്യാണം ഉടനെ നടക്കുകയാണെങ്കിൽ 1 പവൻ സ്വർണം ഞാൻ പള്ളിക്ക് കൊടുക്കാം. എന്നിട്ടും മകന് ജോലിയും കിട്ടിയില്ല, മകളുടെ കല്യാണവും നടന്നിട്ടില്ല. ഇനി എന്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം? പ്രിയപ്പെട്ടവരെ, കുറേയേറെ മനുഷ്യരുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിൽ ഒന്നാണ് ഈ കരാറ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായി നടത്തുന്ന കരാറ് ബന്ധമായിട്ടാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. നിന്റെ കരാറിൻ്റെ പുറത്ത് ഇറങ്ങി വരുന്ന സാധാരണക്കാരനാണോ ദൈവം? നീ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ടൊരു കരാറുണ്ടാക്കുകയാണ്, ദൈവമേ എൻ്റെ മകന് ജോലി കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ ശമ്പളം ഞാൻ ദേവാലയത്തിന് തരാം, എൻ്റെ മകളുടെ വിവാഹം നടക്കുകയാണെങ്കിൽ ഞാൻ പള്ളിക്ക് സംഭാവന ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ മെഴുകുതിരി കത്തിക്കാം. ഇനി നിന്റെ മകന് ജോലി കിട്ടിയിട്ടില്ല എങ്കിൽ ദേവാലയത്തിന് നീ 1 പണം പോലും നൽകുകയില്ല. നിന്റെ മകളുടെ കല്യാണം താമസിച്ചാൽ നീ പാവങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കുക പോലുമില്ല. ദേവാലയത്തിൽ കത്തിക്കാമെന്ന് നീ പറഞ്ഞിരുന്ന മെഴുകുതിരിയിൽ ഒരെണ്ണം പോലും ദേവാലയത്തിന് മുറ്റത്ത് നീ കൊളുത്തിവെക്കില്ല. അപ്പൊ നിന്റെ കരാറിലേക്ക് നീ നിന്റെ ദൈവത്തെ വിളിച്ചിറക്കിക്കൊണ്ടുവരികയാണ്. നീയും ദൈവവും തമ്മിൽ ഒരു കരാറ് ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. അതാണ് പ്രാർത്ഥന. ഈ കരാറിൻ്റെ അകത്ത് നിനക്ക് അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ നീ ദൈവവുമായിട്ടുള്ള ബന്ധം അവിടെ വിച്ഛേദിച്ച് നിനക്കിഷ്ടമുള്ള വഴിയെ നീ ഇറങ്ങിപ്പോകുന്നു. ഈ പറയുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, നിന്റെ കരാറിന് മുമ്പിലേക്ക് ഇറങ്ങി വരാൻ മാത്രം ദൈവം ബലഹീനനാണോ? ജീവിതത്തിൽ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവമായ കർത്താവിൻ്റെ ഹിതം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തെ നിന്റെ കരാറ് ബന്ധത്തിലേക്ക് വിളിച്ചിറക്കിക്കൊണ്ടുവരുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരല്ല പ്രാർത്ഥന. നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്റെ ഹൃദയവും നിന്റെ ആത്മാവും നിന്റെ ജീവനും ഇറക്കി വെച്ച് ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുന്നതാണ് പ്രാർത്ഥന. തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു ദിവസം ഒരു ചുങ്കക്കാരനും ഫരീസനും പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദേവാലയത്തിൽ പോയി. ചുങ്കക്കാരൻ തൻ്റെ ഗുണഗണങ്ങൾ, ഫരീസയൻ തൻ്റെ ഗുണഗണങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞ് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചു. എന്നാൽ ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒരു ഫരീസയൻ വന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നോക്കുവാൻ പോലും ഭയപ്പെട്ട് അവൻ മാറത്തടിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞു, കർത്താവേ ഞാൻ പാപിയാണേ, എന്നോട് ക്ഷമിക്കണമേ, കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. യേശു പറഞ്ഞു, അവൻ്റെ പ്രാർത്ഥന കൂടുതൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ അവൻ്റെ അവസ്ഥ അറിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തൻ്റെ ആത്മാവിനെ ഉയർത്തിപ്പിടിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രാർത്ഥന.
ദൈവമേ, ഞാൻ പാപിയാണ്, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവ്വം എൻ്റെ പാപം മായ്ച്ചു കളയണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റരുതേ. ഇത് പറയുന്നതാണ് പ്രിയരെ പ്രാർത്ഥന. ദൈവത്തോടൊപ്പമായിരിക്കാനുള്ള മനസ്സിന് പറയുന്ന പേരാണ് പ്രാർത്ഥന. ഇത് മറന്നുപോയിട്ട് നമ്മൾ കരാറ് ബന്ധത്തിലേക്ക് ദൈവത്തെ വിളിച്ചിറക്കാനായിട്ട് പരിശ്രമിച്ചാൽ അവിടെ തോറ്റുപോകും. അതോടൊപ്പം തന്നെ എൻ്റെ ഈ സുഹൃത്ത് എപ്പോഴും പോകുന്നത് നൊവേനയ്ക്ക് മാത്രമായിരുന്നു. ഒരിക്കൽ പോലും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കുർബാന കാണുവാൻ വേണ്ടി പോകില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട്. പുണ്യവാന് പുണ്യം കൊടുത്തൊരു പുണ്യപ്പെട്ട കർത്താവ് ഈ പുണ്യവാളന്റെ രൂപത്തിനപ്പുറത്തെ സക്രാരിയിൽ ഇരിപ്പുണ്ട്. അവിടേക്ക് ഒരു മാത്രയെങ്കിലും നോക്കി മുട്ടുമേൽ നിന്ന് എൻ്റെ കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്ന് ഒരിക്കലെങ്കിലും നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നീ പുണ്യവാന്റെ നൊവേനയിൽ പോയി പങ്കെടുക്കുകയും അവിടെ മെഴുകുതിരി കൊളുത്തി അവിടെ മുട്ടുമേൽ നിൽക്കുകയും അവിടെ കണ്ണുനീരൊഴുക്കുകയും ചെയ്തു. ഒരു മാത്രയെങ്കിലും ആ കാൽവരിയിലെ കുരിശിലേക്കൊന്ന് ഉറ്റുനോക്കിയിട്ട്, ആ സക്രാരിയിലേക്കൊന്ന് ഉറ്റുനോക്കിയിട്ട് എൻ്റെ ദൈവമേ എന്നോട് കരുണയായിരിക്കണമെന്ന് ഒരിക്കലെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈ പുണ്യവാന് പുണ്യം കൊടുത്ത കർത്താവ് അവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ കണ്ണുനീരൊഴുക്കുക. നിന്റെ പ്രാർത്ഥനകളെ സംവഹിച്ച് കർത്താവിൻ്റെ സന്നിധി മധ്യസ്ഥം അപേക്ഷിക്കുവാൻ വേണ്ടി ദൈവം നൽകിയ മഹത്താത്മാക്കളാണ് പുണ്യവാന്മാർ. പക്ഷെ ഈ പരിശുദ്ധമായ ബലിപീഠത്തെ മറന്ന് നീ ഒരു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കരുത്. നിന്റെ പ്രാർത്ഥനകൾ നിന്നെപ്പോലെ വേദനിച്ച് കണ്ണുനീരൊഴുക്കി നിനക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ അൽത്താരയിൽ സമർപ്പിച്ച് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അനുഗ്രഹമായിട്ട് മാറും. അവിടെ നീയും നിന്റെ കുടുംബവും അനുഗ്രഹമുള്ളവരായിട്ട് മാറും. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും കരാറ് ബന്ധത്തിലേക്ക് പോകരുത്. കണ്ണുനീരോടെ നിന്റെ പാപാവസ്ഥയോർത്ത് ദൈവത്തിന് മുമ്പിൽ മാപ്പ് ചോദിക്കുക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയോടൊത്ത് ജീവിക്കുന്ന കൃപ നൽകണമേ. ഒരിക്കലും വേർപെട്ടു പോകാത്ത കൃപ നൽകണമേ. ഓരോ നിമിഷവും അങ്ങിലേക്ക് അടുക്കുന്ന അനുഭവമാക്കി എൻ്റെ പ്രാർത്ഥനയെ അവിടുന്ന് രൂപപ്പെടുത്തണമേ. അനുഗ്രഹിക്കണമേ. ആമേൻ.